الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش. الحمد لله الذي باركنا بالقرآن، الذي باركنا بشعبان ورمضان. نشهد أن لا إله إلا الله واشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله المولانا العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ ബറക്കത്തായി വന്നിട്ടുള്ള റമദാനിന്റെ സമയത്ത് തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്, സൂക്ഷ്മതയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി നിങ്ങളെയും തുടർന്ന് എന്നെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ റമദാൻ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തിരിച്ചുവരലിനുള്ള, സ്വന്തത്തെ പുതുക്കിപ്പണിയാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന, അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കേണ്ട ഒരു സന്ദർഭമായിട്ടാണ് എല്ലാ റമദാനിനെയും നമ്മൾ കാണേണ്ടത് എന്ന് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു വെക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും മാനുഷികമായ ഒരുപാട് പരിമിതികളും ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സമൂഹം എന്ന നിലയിലും ഒരു സമുദായം എന്ന നിലയിലും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നേ ദിവസം ചില ആചാരങ്ങൾ പൊതുവിൽ നടപ്പിലാക്കേണ്ടതുകൊണ്ട് നിങ്ങൾ പള്ളികളിൽ പോകേണ്ട ആവശ്യമില്ല, വീടുകളിൽ നിന്ന് നമസ്കരിച്ചാൽ മതി എന്ന് ഭരണവ്യവസ്ഥയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ നോട്ടീസുകൾ പുറത്തിറക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തറാവീഹ് നമസ്കരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഈ നാഥനല്ല നിന്റെ നാഥൻ എന്ന് പറയിപ്പിക്കാൻ വേണ്ടി, അതിൽ ചില ആനന്ദങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഒരു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സമുദായം എന്ന നിലയിൽ വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സന്ദർഭത്തിൽ റമദാൻ എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹത്തെ നമ്മൾ അതിന്റെ എല്ലാവിധ സൗകര്യത്തോടും അതിന്റെ എല്ലാ നിഅമത്തിനോടും നീതി പുലർത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളിലും മാറ്റങ്ങളിലേക്കും എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തിരിച്ചറിവുകളും ഈ മനസ്സിലാക്കലുകളും ഈ മാറ്റങ്ങളും ഇത് തുടങ്ങേണ്ടത് മറ്റെവിടെ നിന്നുമല്ല, ഇത് തുടങ്ങേണ്ടത് എന്റെ ഉള്ളിൽ നിന്നാണ് എന്നുള്ള ബോധ്യമാണ് ആദ്യമായി നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടത്.
അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥനകൾ അർപ്പിക്കാറുണ്ട്. ഈ പ്രാർത്ഥനകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് എന്നോട് എന്നെക്കാൾ അടുത്തുള്ള ഒരാൾ, എന്നെക്കുറിച്ച് ഞാൻ അറിയാത്തത് പോലും അറിയുന്ന ഒരാൾ, എന്റെ പോരായ്മകൾ എന്താണ് എന്നും എന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നും ഞാൻ പറയാതെ തന്നെ എന്നെ അറിയുന്ന ഒരാൾ, അങ്ങനെയുള്ള അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന സംഭാഷണമാണല്ലോ പ്രാർത്ഥന. ഈ പ്രാർത്ഥനകൾക്ക് പല മുഖങ്ങളുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനപ്പെട്ട ഒരു ഹദീസിൽ, ലാ യഖുൽ അഹദുകും അല്ലാഹുമ്മഗ്ഫിർലി ഇൻ ശിഅത ഇർഹംനി ഇൻ ശിഅത ഇർസുഖ്നി ഇൻ ശിഅത ഫൽയഅസിം മസ്അലതഹു. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. എങ്ങനെയാണത്? അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരിക, നീ ഇച്ഛിച്ചാൽ, ഇൻ ശിഅത, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ. നമ്മൾ സാധാരണഗതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയും. മനുഷ്യനാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയാതിരിക്കരുത് എന്നുള്ള സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ, നമ്മൾ എല്ലാ ആഴ്ചയും പോകുന്ന സൂറത്തുൽ കഹ്ഫിൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ബർക്കത്ത് അത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് കിട്ടിയതാണ്. ഞാൻ നാളെ ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത നിമിഷം ഒരു കാര്യം ചെയ്യാം എന്ന് പറയുമ്പോൾ അതിൽ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് കൂട്ടിച്ചേർക്കണം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ, അള്ളാഹുവെ നീ ഇച്ഛിക്കുകയാണെങ്കിൽ എനിക്ക് മഗ്ഫിറത്ത് നൽകണമേ, അള്ളാഹുവെ നീ ഇച്ഛിക്കുകയാണെങ്കിൽ എനിക്ക് ബർക്കത്ത് നൽകണമേ, അള്ളാഹുവെ നീ ഇച്ഛിക്കുകയാണെങ്കിൽ എനിക്ക് റിസ്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഫൽയഅസിം മസ്അലതഹു, അങ്ങനെയുള്ള ആളുകൾ അവരുടെ പ്രാർത്ഥനകൾ ദൃഢപ്പെടുത്തട്ടെ, ഒരു അസ്മത്ത് ഉണ്ടാവട്ടെ, ഒരു ശക്തി ഉണ്ടാവട്ടെ. എന്താണ് ആ ശക്തി? അള്ളാഹു ആണ് നമ്മെ ഇങ്ങോട്ടേക്ക് പടച്ചു വിട്ടിട്ടുള്ളത്. എന്റെ എല്ലാ അനക്കങ്ങളും നീക്കങ്ങളും കാണുന്നതും അറിയുന്നതും അതിന്റെ ഓരോ അനക്കങ്ങളും നടക്കുന്നത് അള്ളാഹുവിന്റെ ഇച്ഛയോടുകൂടിയാണ്. ഇത്രയും അള്ളാഹു ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല, വഇദാ സഅലക ഇബാദി അന്നി, എന്താണ് ഈ പടച്ചോൻ എന്ന് അള്ളാഹു പറഞ്ഞു വെക്കാണല്ലോ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഏതെങ്കിലും അടിമ എന്നോട് എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവനോട് പറഞ്ഞു കൊടുക്കുക, ഞാൻ ഇവിടെ അടുത്തുണ്ട്, വളരെ അടുത്തുണ്ട്, കണ്ടനാളിയേക്കാൾ അടുത്തുണ്ട്, നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തുണ്ട് എന്ന് പല ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ കണ്ടനാടിയേക്കാൾ അടുത്തുള്ള അള്ളാഹുവിനോട് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും, ഞാൻ കൊടുക്കും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. ഇങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുള്ള അള്ളാഹുവിനോട് ചോദിക്കാനുള്ള അധികാരം, അതിനുള്ള റൈറ്റ് അതെനിക്കുണ്ട് എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ അള്ളാഹുവെ എനിക്ക് പുറത്തു തരണം, അള്ളാഹുവെ എനിക്ക് ഹിദായത്ത് കാണിച്ചു തരണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എല്ലാ ദിവസവും 17 തവണയെങ്കിലും മിനിമം നമ്മൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അല്ലെ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലേ? എന്നെ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിച്ചു തരണേ എന്ന് അള്ളാഹുവിനോട് വളരെ റൈറ്റ്ഫുൾ ആയിക്കൊണ്ട് അധികാരത്തോടുകൂടി ചോദിക്കുന്നത് പോലെ നമ്മൾ ചോദിക്കുന്നത്. എന്താണ് ആ അധികാരം? അത് അള്ളാഹു നൽകിയിട്ടുള്ള അധികാരമാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊരു കരുത്തുണ്ടാവട്ടെ,
ഒരു ശക്തി ഉണ്ടാവണം, ഒരു ഫീൽ ഉണ്ടാവണം, ഒരു ഇമോഷൻ ഉണ്ടാവണം. ആ ഇമോഷൻ എന്ന് പറയുന്നത് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിനോടാണ്. എനിക്കെല്ലാം നൽകുന്നത് അള്ളാഹുവാണ്. എനിക്ക് മഗ്ഫിറത്ത് നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. പിന്നെ അള്ളാഹുവിനോട് ചോദിക്കാൻ എനിക്ക് എന്തിനാണ് മടി? അള്ളാഹുവെ നീ ഇച്ഛിക്കുന്നെങ്കിൽ എന്നുള്ള സൂചനകൾ പോലും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവരുത്. പ്രതീക്ഷയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വെക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അവര് പ്രതീക്ഷകൾ ഉറപ്പിക്കട്ടെ. ഇതേ ഹദീസിന്റെ അവസാന ഭാഗത്തിൽ മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, അവര് പ്രതീക്ഷകൾ ഉറപ്പിക്കട്ടെ, പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് വളരെ ഡെസ്പറേറ്റ് ആയിട്ട് നിരന്തരമായി ഒരു കാര്യത്തിനെ പിന്തുടർന്നുകൊണ്ട്, അല്ലെ, നമ്മൾ ചില എക്സാമുകളൊക്കെ എഴുതാൻ വേണ്ടി, പ്രത്യേകിച്ചും യുവാക്കളാവുമ്പോൾ എന്തെങ്കിലും എക്സാം ഒക്കെ എഴുതാനുണ്ടെങ്കിൽ ആ എക്സാമിന് വേണ്ടി നിരന്തരമായി അതിനു വേണ്ടി പണിയെടുത്ത് അതിന്റെ പിന്നാലെ കൂടി കളി ഒഴിവാക്കി പിന്നെ മറ്റെല്ലാവിധ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അതിനു വേണ്ടി ഇങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെ പരീക്ഷയുടെ അവസാന സമയമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ഒരു ഡെസ്പെറേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. ഇത് കിട്ടിയേ മതിയാകൂ എന്നുള്ള രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നുണ്ടാവുക. ആ കുട്ടികൾ ശ്രമിക്കുന്നുണ്ടാവുക. ഈ ശ്രമമാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു വഴി എന്ന് പഠിപ്പിച്ചു വെക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ ഖുദ്സിയായ ഹദീസുകളിൽപ്പെട്ട ഏറ്റവും സുന്ദരമായ ഹദീസുകളിൽപ്പെട്ട ഒന്നാണ് എന്ന് പറയാൻ സാധിക്കും. ഞാൻ എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്, എന്താണ് കണ്ടുവച്ചിട്ടുള്ളത്, അതുപോലെയാണ് ഞാൻ. ഇത് അള്ളാഹുവിന്റെ രൂപത്തെ കുറിച്ചല്ല, അള്ളാഹുവിന്റെ കപ്പാസിറ്റിയെ കുറിച്ചല്ല, അള്ളാഹുവിന് ഇത്രേ കഴിയൂ എന്ന് ഞാൻ വിചാരിക്കും, അള്ളാഹുവിന് അത്ര അങ്ങനെയല്ല. അള്ളാഹു ആണ് ഈ ലോകത്ത് ഏറ്റവും വലിയ കാരുണ്യവാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെങ്കിൽ എന്റെ എത്ര വലിയ പാപങ്ങളാണെങ്കിലും ശരി, അത് പുറത്തു തരാൻ അള്ളാഹു കാരുണ്യവാനായി നിന്റെ മുന്നിലുണ്ടാവും. ഇത് പുറത്തു തരാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ഇത് തേടാൻ എനിക്ക് മാർഗം അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നെനിക്ക് ഉറപ്പുണ്ട്, എന്നെനിക്ക് വിശ്വാസമുണ്ട്, എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അത് മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥനയാണെങ്കിൽ, ഞാൻ അവൻ എന്താണോ എന്നെ കുറിച്ച് ധരിച്ചു വെച്ചിട്ടുള്ളത് അതുപോലെ ഞാൻ പ്രവർത്തിക്കും. അവൻ എന്നെ വിളിച്ചാൽ, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും എന്ന് അല്ലാഹു പറഞ്ഞു വെക്കുക. എത്ര സുന്ദരമായിട്ടാണ് അല്ലെ? നമ്മളൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, ഞാൻ എത്ര അധികം പാപങ്ങൾ ചെയ്തു പോയല്ലോ പടച്ചോനെ, ഇനി എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും, എങ്ങനെ ഞാൻ പടച്ചോന്റെ മുമ്പിൽ എത്തിച്ചേരും, എങ്ങനെ ഞാൻ അവിടെ പോയി നിൽക്കും എന്ന് നമുക്ക് തോന്നാറില്ലേ? നമുക്ക് ഉള്ളിൽ തോന്നാറില്ലേ? ഇത്രയധികം പാപങ്ങൾ ചെയ്തു പോയി, ഇനി എങ്ങനെ പടച്ചോൻ പുറത്തുതരാ, എങ്ങനെ ഞാൻ പടച്ചോനോട് ചോദിക്കുക എന്ന് ചോദിക്കുന്ന അവസരങ്ങൾ ചില സമയത്തെങ്കിലും നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളൊന്നും മനുഷ്യന്മാരെന്നുള്ള നിലയിൽ തന്നെ നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല, നമുക്കെല്ലാം തികഞ്ഞ ആളുകളല്ല. നമ്മൾ തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ്. ഇനി നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യം കാരണം അള്ളാഹുവിനോട് ചോദിക്കാൻ മടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇബ്ലീസിനെ കുറിച്ച് ആലോചിക്കുക എന്നാണ്. ഇബ്ലീസിനെ കുറിച്ച് ആലോചിക്കുക. അദ്ദേഹം പറയാണ്, ഇബ്ലീസ് ലഅനഹുല്ലാഹ്, ഏറ്റവും ഷർറായ, ഏറ്റവും മോശമായ സൃഷ്ടിയായിക്കൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്ന ശൈത്താൻ, ഇബ്ലീസിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അതെന്താണ്? ഖാല റബ്ബി അൻദിർനി ഇലാ യൗമി യുബഅസൂൻ, ഈ ലോകാവസാനം വരെ പടച്ചോനെ എന്നെ നിലനിർത്തി തരണേ എന്ന് ഇബ്ലീസ് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു പറയാണ്, ഇന്നക മിനൽ മുൻദരീൻ, നിന്നെ ലോകാവസാനം വരെ ഞാൻ കാത്തുവെക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉടനടി മറുപടി കൊടുത്തായിട്ട് കാണാൻ പറ്റും.
അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനക്ക് എന്റെ എന്തെങ്കിലും മോശത്തരങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും പാപങ്ങൾ കാരണം, ഞാൻ അറിയുന്ന രഹസ്യങ്ങൾ കാരണം അള്ളാഹുവിനോട് ചോദിക്കാൻ മടിക്കരുത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ മാസം എന്ന് പറയുന്നത്, റമദാൻ എന്ന് പറയുന്നത്, നിങ്ങളെ തീയിലിട്ട് കരിച്ച് ഉരുക്കിയെടുത്ത് അതിനെ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള മാസമാണ് റമദാൻ. ഇങ്ങനെ കരിച്ച് ഇങ്ങനെ, ഇത് സാധാരണഗതിയിൽ നമ്മൾ റമദാനെ കുറിച്ചിട്ടുള്ള ഖുത്ബകളിൽ കേട്ടിട്ടുണ്ടാവും, പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇതിങ്ങനെ ഒരു തീയിന്റെ കൂടാരത്തിലേക്കിട്ട് കത്തിയൊക്കെ ഇങ്ങനെ മൂർച്ച ഒപ്പിക്കുന്നത് പോലെയുള്ള ഒരു മൂർച്ച ഒപ്പിക്കലാണ്. ഇനി ഒരാളടുത്ത് നമ്മൾ പോവാണ്, ഒരു കൊല്ലൻ, അയാളാണ് ഈ കത്തിയൊക്കെ മൂർച്ച കൂട്ടുന്ന ഒരാളാണ്. എൻ്റെ അടുത്തൊരു പഴയ കത്തിയുണ്ട്, അതാണ് ഞാൻ. ഈ പഴയ കത്തിയും കൊണ്ട് ഞാൻ കൊല്ലന്റെ അടുത്ത് പോയി. അവിടെ നല്ല ചൂളയുണ്ട്, തീച്ചൂളയുണ്ട്. അതിൽ മൂപ്പരിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുറെ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്റെ ഈ കത്തി ഒന്ന് മൂർച്ച കൂട്ടിത്തരണം എന്ന് പറഞ്ഞിട്ട് ആ കത്തി അങ്ങ് കൊടുത്തു. ആ കത്തി അയാൾ എന്ത് ചെയ്തു? അവിടെ വെച്ചു. ഈ തീച്ചൂളയുടെ അടുത്തങ്ങോട്ട് വെച്ചു. ഈ കത്തിയെടുത്ത് ഈ തീച്ചൂളയിലിട്ട് അതിനെ ഇങ്ങനെ ഉരുക്കിയെടുത്ത് അതിനെ ഇങ്ങനെ ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് കഷ്ണമാക്കി മാറ്റി അതിനെ അടിച്ചടിച്ചടിച്ച് അതിനെ പരുവപ്പെടുത്തി അതിനെ മിനുസപ്പെടുത്തി അതിനെ മൂർച്ച കൂട്ടി അതിനെ ഒരു മൂർച്ചയുള്ള കത്തിയായി മാറ്റാൻ അദ്ദേഹം തയ്യാറെടുത്തില്ല. അയാൾ ആ കത്തി ആ ചൂളയുടെ അടുത്ത് വെച്ചു. എന്തു സംഭവിക്കും? ആ കത്തി ഒന്നും സംഭവിക്കൂല. ചൂള അവിടെ ഉണ്ടാവും, അതില് കുറെ ഇൻസ്ട്രുമെന്റ്സ് വന്ന് പോയിട്ടുണ്ടാവും, കത്തികൾ വന്ന് പോയിട്ടുണ്ടാവും, ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഒക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കൊടുത്ത കത്തി അതങ്ങനെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടുന്നു. ഞാൻ അതിനെ ഈ തീച്ചൂടയിലിടാൻ അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ കൊല്ലക്കാരൻ ഈ പറഞ്ഞ പണി ചെയ്തിട്ടില്ല. ഇത് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഈ റമദാൻ ഈ തീച്ചൂടയായിട്ടും ഞാൻ കൊടുത്ത കത്തിയായിട്ടും പുറത്ത് ഇങ്ങനെ നിൽക്കും. മൂർച്ചയില്ലാത്ത കത്തിയായി ഈ റമദാനും കഴിഞ്ഞു പോകും. ഈ റമദാൻ കഴിഞ്ഞു പോയി മൂർച്ചയില്ലാത്ത കത്തിയായി, ഒരു ഉപകാരവും ഇല്ലാത്തൊരു കത്തിയായി ഞാൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇതാവരുത് നമ്മുടെ റമദാൻ. ഈ റമദാനിൽ ഈ പ്രാർത്ഥനകൾക്കുള്ള വഴിയൊരുക്കലുകൾ, പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ. നമ്മൾ പലപ്പോഴും നമുക്ക് പ്രാർത്ഥനകൾ അറിയില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്താണ് ചെല്ലേണ്ടതെന്ന് അറിയില്ല. അതിൽ വളരെ രസകരമായ ഒരു സംഗതിയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാം ഒരു വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ട് കിടക്കുകയാണ്. എന്താണ് പ്രതിസന്ധി? ഒരു തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ പെട്ട് കിടക്കണം. ഇതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വരാനില്ല. അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി വരാനുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള സമയത്ത് യൂനുസ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹുവിനോട് പറയല്ല, ഇങ്ങനൊന്നല്ല പറയണത്. പറഞ്ഞാൽ പടച്ചോനെ, ഞാൻ ഈ വലിയൊരു മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടുപോയിരിക്കുകയാണ്, പടച്ചോനെ എന്നെ രക്ഷിക്കണം. ഇതല്ല അള്ളാഹുവിന്റെ പ്രവാചകർ പ്രാർത്ഥിച്ചത്. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹുവേ, നീയാണ് പരിശുദ്ധൻ, ഞാൻ തെറ്റ് ചെയ്തു പെട്ടുപോയി. അള്ളാഹുവേ, നീയാണ് പരിശുദ്ധൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല, നീ തന്നെയാണ് പരിശുദ്ധൻ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ തെറ്റുകാരിൽ പെട്ടുപോയി പടച്ചവനെ എന്നുള്ളതായിരുന്നു യൂനുസ് അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു, അള്ളാഹു നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്താണ്. നമ്മളെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ അടുത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് നമ്മളെ കുറിച്ച് ബോധ്യമില്ലാത്ത സമയത്ത് പോലും അള്ളാഹുവിന് നമ്മെ കുറിച്ചുള്ള അറിവുണ്ട്, അള്ളാഹുവിന് നമ്മെ കുറിച്ചുള്ള ബോധ്യമുണ്ട്. എന്താണ് എനിക്ക് ആവശ്യം എന്നുള്ളതിനെ കുറിച്ച് അറിവുണ്ട്, എന്താണ് അവനക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും അറിവുണ്ട്. അതൊക്കെ ചെയ്യാൻ എല്ലാത്തിനും കഴിവുള്ളവനായ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്തിനും കഴിവുള്ളവനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിൽക്കുമ്പോ ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരുന്ന് അള്ളാഹുവിനോട് ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കാം. ചില സമയത്ത് നമ്മുടെ ദിക്റുകളായിരിക്കാം, ചില സമയത്ത് നമ്മളെ കുറിച്ചുള്ള ആലോചനകളായിരിക്കാം. ഇതൊക്കെയും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളാണ്.
പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും അള്ളാഹുവിനോട്, എന്റെ ഈ പ്രയാസം ഒന്ന് നീക്കി തരണേ പഠിച്ചോനെ. നമ്മൾ വളരെ പെട്ടെന്ന് അതിന്റെ റിയാക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അതിന്റെ ഒരു ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ചില സമയത്ത് നമുക്ക് കിട്ടുന്നില്ല. ചില സമയത്ത് ഞാൻ എന്റെ ഒരു ജോലി ഒന്ന് ശരിയാക്കി തരണേ എന്ന് പടച്ചവനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും അങ്ങനെ 1 മാസം 2 മാസം 1 കൊല്ലം 2 കൊല്ലം ഇങ്ങനെ കഴിഞ്ഞു പോയി, പിന്നീട് ഒരു ദിവസം ഏതോ അള്ളാഹു തീരുമാനിച്ച ഒരു ബർക്കത്തുള്ള ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വ്യക്തിക്ക് ഒരു ജോലി എത്തിച്ചു കൊടുക്കുകയാണ്, ഒരു ജോലി ശരിയാക്കി കൊടുക്കുകയാണ്. സമയം എന്നാണ് ഇതിന്റെ ഉത്തരം കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് ഒരു നിശ്ചയവും നമുക്കില്ല. ഇതാണ് 2 വഴികൾ. മൂന്നാമത്തെ ഒരു വഴിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ എടുത്തു വെക്കുന്ന, അള്ളാഹു ഇങ്ങനെ പ്രാർത്ഥനകൾ എടുത്തു വെക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ചെറിയ കുട്ടികളോട് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോഴും ചെറിയ കുട്ടികളാണ്, വളരെ ചെറിയ മക്കളാണ്. അവർ നമ്മളോടത്തേക്കും പൈസ ചോദിക്കും, എന്തെങ്കിലും വാങ്ങാനോ ഒക്കെ ആയിട്ടുള്ള പൈസകൾ ചോദിക്കും. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ പരസ്യങ്ങളുടെ ഭാഗമായിട്ട് മ്യൂച്വൽ ഫണ്ട്, SBI ഫണ്ട്, മറ്റേ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫണ്ടുകൾ, ഇതിന്റെ ഒക്കെ ഈ മെസ്സേജിൽ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. എന്താണ് എന്റെ മെസ്സേജ്? ഈ കുട്ടികൾ പല കാര്യങ്ങളും ചോദിക്കുന്നതൊന്നും അവർക്ക് കൊടുക്കുന്നില്ല. എന്നിട്ട് ആ പൈസ മുഴുവൻ എന്ത് ചെയ്യാണ്? ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തു വെച്ച് അവരൊരു പ്രായപൂർത്തിയാവുന്ന സമയത്ത്, അവര് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കുകയാണ്. ഈ ഫണ്ട് ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു? നല്ലൊരു കോളേജിൽ എത്തിച്ചേരുന്നു, അതിനുശേഷം നല്ലൊരു ജോലിയിൽ എത്തിച്ചേരുന്നു. ഇതൊക്കെയാണ് ആ പരസ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മളെക്കാൾ നമ്മളെ അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമുക്ക് തരൂല. നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു തരൂല. അതിനുള്ള കാരണം എന്താണ്? വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ ഫഹുവ ശർറുൽ ലക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ചില സാധനങ്ങൾ ഉണ്ടാവും, ചില സംഗതികൾ ഉണ്ടാവും, ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. വഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് അല്ലാഹുവിനറിയാം. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവും, അത് നിങ്ങൾക്ക് നല്ലതല്ല എന്നും അല്ലാഹുവിനറിയാം. അല്ലാഹു പറയാണ്, വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. ഇതിന്റെ ഇൽമ് എന്ന് പറയുന്നത് അല്ലാഹുവിന് മാത്രമാണ്. ഇതിന്റെ ഇൽമ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇല്ല. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൈബ് മാത്രമാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കാം, ഇതിങ്ങനെ നിങ്ങൾക്ക് മോശകരമായി സംഭവിക്കാൻ ഇടയുള്ള ചില സംഗതികളെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥനകൾ അള്ളാഹു ഇങ്ങനെ ഒരു കൂട്ടി വെച്ച് ഇങ്ങനെ വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടറിയോ? പരലോകത്ത് നിങ്ങൾക്ക് എടുത്തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തു, നമ്മുടെ അടുത്ത് ഒരുപാട് വീഴ്ചകൾ പറ്റി, നമ്മൾ ചിലപ്പോൾ ഇസ്തിഗ്ഫാറുകൾ നടത്തിയിട്ടുണ്ടാവില്ല. ചില പാപങ്ങൾ അങ്ങനെ തന്നെ കിടക്കുന്നു. അങ്ങനെ ഈ തുലാസ് ഇങ്ങനെ നമ്മുടെ മീറാസ് അല്ലെ പരലോകത്ത് ഇങ്ങനെ എത്തിച്ചേരുമ്പോ നമുക്ക് ആരെക്കുറിച്ചും ഒരു ബോധം ഉണ്ടാവില്ല, ആരെക്കുറിച്ച് നമുക്ക് ഒന്നിനെ കുറിച്ചും ആലോചിക്കാനുള്ള സമയം ഉണ്ടാവില്ല. നഫ്സി എന്ന് പറയുന്ന ഓടുന്ന സന്ദർഭത്തിൽ നമ്മളിങ്ങനെ മീറാസിൽ ഇങ്ങനെ അങ്ങോട്ടും ഇല്ല എന്നുള്ള ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയാണ്, ഇവിടെ ഒരു കൂനയും കൂടി ഉണ്ട്, ഇവിടെ ഒരു മല കണക്കിന് എന്തുണ്ട് പ്രതിഫലം ഇങ്ങനെ കൂട്ടി വെച്ചിന്, അതും കൂടി എടുത്ത് അങ്ങോട്ട് ഇട്ടാല് എന്താവും? ഇത് ടാലിയായി. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സന്ദർഭങ്ങളുണ്ട്. നിങ്ങൾ പരലോകത്തെത്തുമ്പോ നിങ്ങളുടെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന പ്രാർത്ഥനകൾ അള്ളാഹു ഇങ്ങനെ കൂട്ടിവെച്ചതായി പരലോകത്ത് നിങ്ങൾ കാണുമ്പോ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ചു പോകും, എന്റെ പടച്ചോനെ എന്റെ ഒരു പ്രാർത്ഥനയും സ്വീകരിക്കാതിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കാണ്. ഈ ലോകം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണാലയമാണല്ലോ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥനകൾ നിർത്താൻ പാടില്ല. പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുക്കൂല.
ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത ആളുകൾക്ക് ഒരുപാട് നഷ്ടങ്ങളാണ്. ഒന്ന്, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു കൊടുക്കൂല, ഒന്നതാണ്. രണ്ടാമത്തത്, ഈ പ്രാർത്ഥിച്ചിട്ടും ഇവിടെ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും പരലോകത്തെങ്കിലും അത് ഉപകാരപ്പെടും. പരലോകത്ത് സ്വർഗത്തിൽ കയറാൻ ആ ഒരു തരി മതിയാവും, ചിലപ്പോ ഒരു തരി മതിയാവും. അങ്ങനെയെങ്കിലും നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അവസാനമായി ഒരു കാര്യവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇതൊക്കെയും ഞാൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അത് അങ്ങ് ഏറ്റെടുത്ത് അങ്ങ് പുറത്തു കൊടുത്ത് അത് അങ്ങോട്ട് തീരുമാനമായിക്കോളും. ഇതല്ല, ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവനാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ പ്രാർത്ഥനകൾക്ക് ഒരു സ്വയം ബോധത്തിന്റെ അവസ്ഥയുണ്ട്, സ്വയം ബോധവൽക്കരണത്തിന്റെ അവസ്ഥയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ ثم يتوبون من قريب فأولئك يتوب الله عليهم وإن الله عليما حكيما. തൗബ എന്ന് പറയുന്നത് മടക്കം. തൗബ എന്ന് പറയുന്നത് ആരെങ്കിലും അറിവില്ലായ്മ കൊണ്ട് എന്ത് ചെയ്യാണ്, തെറ്റ് ചെയ്യുകയും അതിനുശേഷം പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്യുന്നവരാണ്. സെൽഫ് റിഫ്ലക്ഷൻ ആണത്. നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ടെങ്കിൽ നമ്മളിപ്പം കടത്തിൽ നിന്നുള്ള മോചനങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ അടുത്ത് കുറച്ച് പൈസ വരുമ്പോ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെലവാക്കിയതിനു ശേഷം നമ്മൾ ആലോചിക്കും, ഇനി ഇത് കൊടുക്കാൻ പറ്റുമോ കടം വീട്ടാന് എന്ന് ആലോചിച്ചിട്ട് ഇത് കുറച്ച് എടുത്തിട്ട് കടം വീട്ടാൻ നോക്കും. കടം തീരൂല. അപ്പൊ നമ്മൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യണം. അള്ളാഹു എനിക്ക് നൽകുന്ന നിഅമത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യണം. ഇത് ഈ പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു എന്റെ കടങ്ങൾ മുഴുവൻ നീക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായി എന്തെങ്കിലും എമൗണ്ട് ലഭിക്കുകയാണെങ്കിൽ, പൈസ ലഭിക്കുകയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ ആദ്യം നോക്കേണ്ടത്. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. ഇങ്ങനെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ ഞാൻ എന്നെ കുറിച്ച് തന്നെ വീണ്ടും വിചാരം ചെയ്തുകൊണ്ട് അതിനുള്ള നടപടികൾ കൂടി എന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോഴാണ് ഈ പ്രാർത്ഥനകൾ പൂർത്തിയാകുന്നത്. ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലി അന്വേഷിക്കാൻ ഇയാൾ ഇനി പുറപ്പെട്ടില്ല. ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ചൂള ഇങ്ങനെ എരിയുന്നു, കത്തി സൈഡിൽ വെക്കുന്നു. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതുപോലെയുള്ള മാറ്റങ്ങൾ, ഇതുപോലെയുള്ള ചിന്തകളായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളെ കൂടെ ഉണ്ടാവേണ്ടത് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് റൈഹാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.